ഹലോ ഫ്രണ്ട്സ്, സൈനൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സാധാരണ ഒരു ചക്ക കിട്ടിയാൽ അതിൻ്റെ ചുളയും കുരുവും എടുത്തിട്ട് ബാക്കി ഭാഗങ്ങൾ കളയുകയാണ് പതിവ്. പക്ഷേ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, മുള്ളൊഴിയുള്ള എല്ലാ ഭാഗങ്ങളും കഴിക്കാൻ പറ്റുന്നതാണെന്നോ അത് എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്നോ നമ്മളിൽ പലർക്കും അറിയില്ല. ഞങ്ങളിവിടെ ട്രൈ ചെയ്ത ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ചക്ക വെട്ടി അതിലെ ചുളയൊക്കെ അടർത്തിയതിന് ശേഷം ആ മടലിലെ ചകിണിയും മുള്ളുമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കണം. അതിനുശേഷം അത് നമ്മളിങ്ങനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. കറി വെക്കാൻ വേണ്ടിയിട്ടും വറക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്കിത് പ്രിസർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചക്കയുടെ നടുഭാഗം, ഞങ്ങളുടെ ഇവിടെ കൂഞ്ഞിൽ എന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയുന്നതെന്നറിയില്ല, ആ തിക്കായിട്ടുള്ള ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഓരോ ഭാഗങ്ങളും വേറെ വേറെ നമ്മൾ അരിഞ്ഞെടുത്ത് വെക്കണം. ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നത് പ്രവാസികൾക്കാണ്. അവർക്ക് ഇത് സൂക്ഷിച്ചു വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കാം. ഈവൻ ചക്ക വരെ നമുക്ക് അങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതെല്ലാം വെവ്വേറെ ആവി കയറ്റിയെടുക്കാം. ഇതൊക്കെ ഒരുപാട് വേവേണ്ട, ആവി കയറി ഒരു 2 മിനിറ്റ് നേരം മാത്രം അതിനകത്ത് ഇരുന്നാൽ മതി. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതിനെ നമ്മൾ അതിലേക്കിട്ട് 2 മിനിറ്റ് നേരം അടച്ചു വെക്കണം. എന്നിട്ട് അത് ആ വെള്ളം കളഞ്ഞ് തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം കളഞ്ഞിട്ട് എടുക്കാൻ പറ്റും. കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും തോന്നണ്ട, നമ്മൾ പാസ്തയൊക്കെ വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിലിട്ടിട്ട് എടുക്കാറില്ലേ, അതുപോലെ. അങ്ങനെ നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്നതെല്ലാം അതിൻ്റെ ചൂട് മാറി ഒരു നോർമൽ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോഴേക്ക് ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ, സിപ്ലോ കവറുകളിലോ പ്ലാസ്റ്റിക് കവറുകളിലോ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഫ്രീസറിൽ നമ്മൾ വെക്കണം. ഫ്രീസറിൽ എത്ര കാലം വേണമെങ്കിലും നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതുകൊണ്ടുള്ള കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ആ റെസിപ്പീസൊക്കെ ഞാൻ പിന്നാലെ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.